ഞാൻ എപ്പോഴും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാറുള്ളത് പോത്തീസിൽ നിന്നാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവിടെ വെച്ച് മറ്റുള്ള ഷോപ്പുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ റേറ്റിൽ മെറ്റീരിയൽ കിട്ടുന്നത് പോത്തീസിൽ നിന്നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ചെയ്യാറുള്ളത് ഡ്രോ ചെയ്ത് അതിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൈവ് പ്ലാന്റ് കട്ട് ചെയ്തിട്ട് അത് ഫാബ്രിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഡ്രോ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് കിട്ടാറുള്ളതെങ്കിൽ ഇതിൽ കുറച്ച് നാച്ചുറൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒത്തിരി നാച്ചുറാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. പക്ഷേ അതിനെ ഇഷ്ടം തോന്നി ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നണേയില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പെർഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് നല്ല പോലെ അതിൻ്റെ എന്താ പറയുക പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, പെട്ടെന്നൊന്ന് തട്ടിക്കൂടി ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പെർഫെക്ഷൻ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വിടണം എന്നുള്ള. പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ആഗ്രഹം ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഈ സ്റ്റിച്ചിങ് ആകെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഫ്രോക്ക്, സ്കേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഇങ്ങനത്തെ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ആരെയും നിർബന്ധിക്കണമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.